ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ. നമുക്കിവിടെ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് ആൻമേരിയും സിഫിനും വന്നായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ 2 വർഷമായിട്ട് അവർ നമ്മുടെ കൂടെ BC-യിൽ നമ്മളുള്ളപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. കൂടെ അവർ താഴെയും ഞങ്ങൾ മുകളിലും അങ്ങനെയായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പം ഒരു 2 വർഷത്തെ പരിചയം കൊണ്ട് നമുക്കൊരു ബ്രദർ സിസ്റ്റർ ഫീലിംഗ് ആണ്. അപ്പോൾ അവർ ഇത്രയും അവരിപ്പോൾ ഫോർട്ട് സെൻറ്റ് ജോണിലാണ് BC-യിൽ. അപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞങ്ങളുടെ കൂടെ ഈസ്റ്റർ ആഘോഷിക്കാൻ എന്നുള്ളൊരു തീരുമാനം എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ് അത് കണ്ടത്. അമ്മുനുവിൻ്റെ എലോച്ചിനെ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു. കുക്കു പിന്നെ ഒരു കാര്യമില്ലാതെ ബേബി അറ്റാക്ക് ചെയ്യും ഇവർ വന്നു കഴിഞ്ഞാൽ. അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് പോകും. പിന്നെ നമ്മൾ ഈസ്റ്ററിൻ്റെ ശനിയാഴ്ച രാത്രിയാണ് ഇവിടെ കുർബാന. നമ്മുടെ നാട്ടിലെ പോലെ പുലർച്ചെയൊന്നുമല്ല. അപ്പം ശനിയാഴ്ച ഒരു രാത്രി 8:30, ഇപ്പം 8:30 8:45 ഒക്കെ ആയിട്ട് ഇരുട്ടാവുന്നതുകൊണ്ട് വെളിച്ചമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആഘോഷപൂർവമായ പാട്ട് കുർബാന കണ്ടു. അത് ഈസ്റ്ററിൻ്റെ മദർ തെരേസ സിറോ മലബാർ ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചായിരുന്നു കാൽഗരിയിലെ. അപ്പം നമുക്ക് ബാൽക്കണിയിലാണ് സീറ്റ് കിട്ടിയത്, മുകളിലായിരുന്നു. അപ്പം ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര നോസ്റ്റാൾജി ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. മുകളിലിരിക്കാൻ സ്ഥലം കിട്ടിയോണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, എല്ലാം ഭയങ്കര അടുത്ത് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഫീലിങ്ങും പിന്നെ കുറേ വർഷങ്ങൾക്കായിട്ട് കാണുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ഫീലിങ്സ് വരുന്നു കേട്ടോ. അത് ഞാൻ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു കാത്തലിക് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. യേശു ഉയർത്ത് വരുന്നതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം ഭയങ്കര ഒരു ഗൂസ് ബംസ് വരുമായിരുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാൽഗരി ഡൗൺ ടൗൺ പോയി. അപ്പോഴേക്കും രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിഫിൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം രാത്രി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ മാക്സിമം നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സൊക്കെ 10 മണി 11 മണിയാകുമ്പോൾ അടയ്ക്കും. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11:15 ഒക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഡൗൺ ടൗൺ പോയി ഒരു ഷവർമയുടെ ഷോപ്പിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നോയമ്പ് മുറിച്ചു. ഞാനും ആൻമേരിയും സിഫിനും ലെൻറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നോയമ്പ് മുറിച്ചു. പക്ഷെ രാത്രി ഡൗൺ ടൗണിൽ കൂടെ ഇത്ര ലേറ്റായിട്ട് പോകുമ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. പക്ഷേ അവരും അബുദാബിയിലുണ്ടായിരുന്നതാ. പക്ഷെ ഞങ്ങൾ ദുബായിലും അവിടെ വെച്ചിട്ട് അത്ര അങ്ങനെ പരിചയമില്ല. ഇവിടെ വന്നിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷേ ആദ്യമായിട്ട് എല്ലാ ലൈറ്റുള്ള ബിൽഡിങ്സൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2.5 വർഷത്തോളം ഞങ്ങളൊരു റൂറൽ ഏരിയയിൽ നിന്നതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് രസമായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞിരുന്ന പോലെ. അപ്പോൾ പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലണ്ടൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കത്തി വെച്ചു. സംസാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾക്കൊരു ചിന്തയായി, ഞങ്ങൾക്കൊരു ഡാൻസ് കളിച്ച് റീലെടുത്താലോ എന്നൊക്കെ. അപ്പോൾ പിന്നെ അമ്മ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അപ്പം സജി ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞങ്ങളുടെ ഡാൻസ് പഠനം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഷൂട്ട് ചെയ്യണ സമയമായപ്പോഴേക്കും കൺഫ്യൂഷനായി. പുറത്ത് മഴ പോലെ ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. പുറത്തെടുക്കുന്നോ, എനിക്ക് പുറത്തെടുക്കണം എന്നുണ്ട്, അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുക്കിന് ചെറിയ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് വേണ്ട വിചാരിച്ചു, ഞങ്ങളകത്തെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 3:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടന്നപ്പോഴേക്കും 4 മണി ആവാറായി. അപ്പോൾ തോന്നി അലാറം വെച്ചപ്പോൾ ഭയങ്കര ലേറ്റായി പോയെന്ന്. അതുവരെ ആ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ രാവിലെ എണീറ്റു. അപ്പവും ഇഷ്ടുക്കറിയും മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി. പിന്നെ കട്ട്ലറ്റ് വറുത്തു. പിന്നെ ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമായി.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലച്ചുവും വിവേകും അപ്പവും കുഞ്ഞും കൂടി വന്നു. അങ്ങനെ നമ്മൾ എല്ലാം അതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് എല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചു. വിവേക് ഞങ്ങൾക്ക് എല്ലാവർക്കും വൈനൊക്കെ ഒഴിച്ച് തന്നു. നമ്മൾ റെഡിയായി. അങ്ങനെ എല്ലാവരും വൈനിൽ സ്റ്റാർട്ട് ചെയ്തു. മക്കൾക്ക് കുക്കുനും കുഞ്ഞിക്കും ഞങ്ങൾ ജ്യൂസ് കൊടുത്തു. അവർക്ക് വൈൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ജ്യൂസ് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും വൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചിയേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം അങ്ങനെ സ്റ്റാർട്ടായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ആദ്യം നമ്മളെല്ലാവരും ഇരുന്നു, പിന്നെയാണ് അവർ കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായി. ഫിഷ് കറിയും ബീഫും എല്ലാം. ബീഫ് സജിയുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് അപ്പൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം എടുത്ത് തന്നു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് മക്കളെല്ലാവരും മുകളിൽ പോയിരുന്ന് മൂവിയൊക്കെ കാണുമായിരുന്നു. ഹൊറർ മൂവിയൊക്കെ കണ്ട് ഞാൻ ചായ കുടിക്കാൻ വിളിച്ചപ്പം അങ്ങനെ എല്ലാവരും ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അങ്ങനെ നല്ലൊരു ഈസ്റ്റർ ആഘോഷമായിരുന്നു നമ്മുടെ. പക്ഷെ ഞങ്ങൾ അപ്പുക്കണ്ണനെ മിസ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഒരുമിച്ച് ഈസ്റ്റർ ആഘോഷിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.